നല്ല കോടമഞ്ഞ്, നമുക്ക് ചുറ്റിലൊന്നും കാണാൻ പാടില്ല. നമ്മൾ നേരെ മുകളിലോട്ടാണ് കയറിപ്പോയാണ്. നമ്മൾ കയറിപ്പോകുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് വഴി തന്നെ നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നത്. കണ്ട, അതുപോലെ തന്നെയാണ് ഇറക്കവും. അങ്ങോട്ട് നോക്കിക്കേ, മൊത്തം മേഘം പോലെ അങ്ങ് കിടക്കുകയാണ്. പിന്നെ ഇരുവശത്തും ഇങ്ങനെ സ്റ്റീൽ പൈപ്പ് കൊണ്ട് ഇങ്ങനെ വേലി പോലെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് പോകാം. കണ്ട, ഇപ്പം വേണ്ടൊക്കെ കുറച്ച് കോടയൊക്കെ മാറിയൊരു സമയമാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കണ്ട, അങ്ങ് ആ കല്ല് കണ്ട, സർപ്പാകൃതിയിലുള്ള ആ കല്ലാണ് കാണുന്നത്. വളരെ അടിപൊളിയൊരു സ്ഥലമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കക്കല്ലിലാണ്. കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കക്കല്ലാണ് നിൽക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കൽ കല്ല്. നമ്മുടെ യാത്ര ഇന്ന് ഇല്ലിക്കക്കല്ലിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 അടി മുതൽ 6000 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം അതിൻ്റെ പ്രകൃതി രമണീയതയ്ക്കും സാഹസികതയ്ക്കും പേരുകേട്ട സ്ഥലമാണ്. ഇല്ലിക്കൽ കല്ലിലേക്ക് പ്രധാനമായും 3 വഴികളാണുള്ളത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മൂന്നിലാവ് മങ്കൊമ്പ് പഴുതക്കാനം വഴി 19 കിലോമീറ്ററും ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി അടുക്കം വഴി 18 കിലോമീറ്ററും കൂടാതെ തൊടുപുഴ മേച്ചാൽ വഴിയും ഇല്ലിക്കൽ കല്ലിൽ എത്തിച്ചേരാം. ഹെയർപിൻ വളവുകളിലൂടെയുള്ള ആവേശകരമായ ഡ്രൈവിങ്ങിനും കയറ്റി ഇറക്കത്തിനും ശേഷം നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരുന്നു. നമ്മളിപ്പം ഇല്ലിക്കൽ കല്ലിൽ എത്തി. ഇവിടം വരെ നമ്മുടെ വാഹനം വരത്തുള്ളൂ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അങ്ങ് മുകളിലോട്ട് പോകാം. ഇപ്പം ഇല്ലിക്കക്കല്ലിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. നമ്മളങ്ങോട്ട് മേലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് മുകളിലോട്ട് കയറണമെങ്കിൽ ഇവിടുന്ന് ജീപ്പുണ്ട്. ജീപ്പിൽ നമ്മൾ പാസ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. അല്ലാതെ നമുക്ക് നടന്നും കയറാം. അതൊരു 1 മണിക്കൂറോളം കാൽനടയായിട്ട് കുത്തനെയുള്ള കയറ്റം കയറിയാണ് ചെല്ലേണ്ടത്. അതിനേക്കാൾ നല്ലത് നമുക്കിവിടുന്ന് പാസ് എടുത്താൽ നമുക്ക് ജീപ്പിൽ മുകളിലോട്ട് കയറാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ പാർക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ജീപ്പിൻ്റെയും ഒരാൾക്കണ്ട് 33 രൂപയാണ് ജീപ്പിൽ ഉള്ളത്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്കിവിടുന്ന് പാസ് എടുത്ത് നമുക്ക് ഇല്ലിക്കലിലോട്ട് പോകാവുന്നത്. ജീപ്പിൽ 8ഉം 9ഉം ആളുകളെയൊക്കെ ഒന്നിച്ച് കയറ്റിക്കൊണ്ടാണ് അവർ മുകളിലോട്ട് പോകുന്നത്. അതിങ്ങനെ തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതും അത് കഴിഞ്ഞ് ആൾക്കാരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആൾക്കാരിങ്ങനെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഊഴം ആകുന്നത് വരെ നമുക്കിവിടെ കാത്തിരിക്കണം. ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്തേക്ക് സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ കയറ്റി വിടത്തില്ല. നമുക്ക് പോകണമെങ്കിൽ കാൽനടയായിട്ട് പോകാം. അത് ശരിക്കും 1 മണിക്കൂറെങ്കിലും നടന്നാൽ മാത്രമേ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ജീപ്പിൽ കയറി നമുക്ക് മലമുകളിലേക്ക് പോകാൻ വേണം. അപ്പോൾ നമ്മളെ ജീപ്പ് എത്തി. നമ്മളെല്ലാം ജീപ്പിൽ കയറി ഇനി നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പുള്ള യാത്ര അടിപൊളിയാണ്. കാരണം നല്ല കയറ്റമാണ്. നമ്മൾ നല്ലോണം പിടിച്ചിരിക്കണം. കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ നല്ല പ്രകൃതി ഭംഗികളൊക്കെ കണ്ടങ്ങ് പോകാം. അതുപോലെ നല്ല കോട മഞ്ഞുകളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമുക്ക് പോകാം. മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര കഴിയുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതിവിടെ പ്രത്യേകം നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജീപ്പ് സർവീസ് ഉണ്ട്. ഇവിടം വരെ നമുക്ക് ജീപ്പിൽ വരാനൊക്കത്തുള്ളൂ. കണ്ടാ, ഇവിടെ നമുക്ക് ഇറങ്ങണം. ഇപ്പം തന്നെ മൊത്തം കോടയായി. താഴേന്ന് ഇത്രയ്ക്ക് മഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല കോടമഞ്ഞാണ്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടന്ന് വേണം കയറിപ്പോകാൻ.
മൊത്തം കോട മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വഴി പോലും കാണാൻ പാടില്ല. കണ്ട, ഇതിൻ്റെ മുകളിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. കടകളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇനി മേലോട്ട് കടകളില്ല. ഇനി അങ്ങോട്ട് കുത്തനെ കയറ്റമാണ്. നമുക്ക് വെള്ളം മേടിക്കണമെങ്കിൽ ഇവിടുന്ന് വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉണ്ടാകും ഇനി ഇതുപോലെ അങ്ങ് നമ്മൾ കയറിപ്പോവുകയാണ് മുകളിലോട്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനമായ ഈ കൊടുമുടി ഈഴാട്ടുപേറ്റയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. മീനച്ചിൽ താലൂക്കിലെ മൂന്നിലവ് തലനാട് ഗ്രാമങ്ങൾക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. കാണുന്ന വഴി കൂടെയാണ് നമുക്കിനി മുകളിലോട്ട് കയറി പോകേണ്ടത്. മൊത്തം കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ കാഴ്ചയൊന്നും കാണാൻ നിൽക്കുന്നില്ല. നമ്മൾ നടന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. കണ്ട, കോടമഞ്ഞ് ശരിക്കും പുക പോലെ കിടക്കുകയാണ്. പുക മേഘങ്ങളുടെ ഇടയിലോട്ട് നടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത്ര അടിപൊളിയാണ്. മുകളിലേക്ക് കയറുമ്പം കുറച്ച് സ്ഥലത്തൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കയറിപ്പോകാനൊക്കും. കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനം ഇല്ലിക്കൽ മലയാണെന്ന് പറയപ്പെടുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറ ഇതിനോട് ചേർന്ന് കിടക്കുന്നു. കേരള ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഇല്ലിക്കൽ കല്ലുകളെയും ഇവിടെ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയുള്ള സമീപ പ്രദേശമായ ഇലവീഴ പൂഞ്ചിറയും ബന്ധിപ്പിച്ച് പുതിയ ഒരു റോപ്പ് വേ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലുകളും ഒക്കെ നിറഞ്ഞൊരു വഴിയാണ്. രണ്ട് വശത്തോട്ട് വഴി തിരിയുന്നുണ്ട്. ഒന്ന് കയറുന്നതിനും ഒന്ന് ഇറങ്ങുന്നതിനായിട്ടാണ് രണ്ടായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് വഴി കൂടെ കയറി പോകാം. തിരക്കുള്ളപ്പോഴേ അത് വിഷയമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഏത് വഴി വേണമെങ്കിലും കയറി പോകാം. പിന്നെ രണ്ട് സൈഡിലും സ്റ്റീൽ പൈപ്പ് കൊണ്ട് ഇങ്ങനെ വേലി പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് നടന്നു പോയാൽ മതി. അപകടങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ്. ഈ കോടമഞ്ഞ് കാരണം നമുക്ക് ചുറ്റിലെ ഒരു കാഴ്ചയും കാണാനെത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ, പക്ഷെ നമുക്ക് ഒന്നും കാണാനെത്തുന്നില്ല. കാരണം അത്രയ്ക്ക് കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് മുന്നിലുള്ള കാഴ്ച കാണാൻ വഴി തന്നെ തെളിഞ്ഞ് കാണുന്നുള്ളൂ. അത്രയ്ക്ക് കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കോട നിറഞ്ഞ ഒരു ഇല്ലിക്കൽ മല നല്ല രസമാണ്. ശരിക്കും 1 കിലോമീറ്ററോളം ശരിക്കും നമുക്കിങ്ങനെ കുത്തനെയുള്ള കയറ്റം ഇങ്ങനെ കയറിപ്പോണം. അതും നല്ല വഴിയൊന്നുമല്ല, ഇതുപോലെ കല്ലുകളും ഒക്കെ നിറഞ്ഞ വഴിയാണ്. കാരണം എനിക്കത് വെള്ളം ഒഴുകി ഇങ്ങനെ പോയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആണ് കല്ലുകളൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നത്. എന്നാലും നല്ല രസമാണ് ആ ഒരു കയറ്റമൊക്കെ. നമുക്ക് ആസ്വദിച്ചങ്ങ് കയറി പോകാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ ഉണ്ടെങ്കിലും ഇല്ലിക്കൽ കല്ലുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന കഥകൾ നിരവധിയാണ്. ഒരു കാലത്ത് അധികമാരും എത്താത്ത കാട് പിടിച്ച മലനിരകളാൽ ചുറ്റപ്പെട്ട് അവയ്ക്ക് നടുവിലായി തല ഉയർത്തി നിൽക്കുന്ന ഇല്ലിക്കൽ കല്ല് ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. നിരവധി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമായിട്ടാണ് ഇല്ലിക്കൽ കല്ല് അറിയപ്പെടുന്നത്. അതിലൊന്നാണ് സർവ്വ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന നീലക്കൊടുവേലി എന്ന സസ്യവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇല്ലിക്കൽ കല്ലിന്റെ മലമടക്കുകളിൽ നീലക്കൊടുവേലി ഉള്ളതായാണ് വിശ്വാസം. അത്ഭുത സിദ്ധിയുള്ള ഈ സസ്യം സ്വന്തമാക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ധനവും വന്നുചേരുമെന്നാണ് മുത്തശ്ശിക്കഥ. ഈ സസ്യത്തെ തേടി നിരവധി ആളുകൾ പണ്ട് കാലത്ത് ഇല്ലിക്കൽ കല്ല് കയറിയതായും അപകടങ്ങൾ സംഭവിച്ചതായും പറയുന്നുണ്ട്. ഇവിടം കൊണ്ട് ഇച്ചിരി തിരക്കുണ്ട്. കണ്ട, ഇവിടെ ഇച്ചിരി സ്ഥലത്ത് കുഴി പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതുവഴി പോകാനൊക്കുന്നില്ല. അതിൻ്റെ സൈഡിൽ കൂടെ കയറി വേണം പോകാൻ. അല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ നമുക്ക് നൂണ്ട് അപ്പുറത്തെ വഴി കൂടെയും പോകാം. നമുക്ക് മുൻവശം ശരിക്കും കോട നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എവിടം വരെ എത്തിയെന്ന് പോലും നമുക്ക് അറിയാനൊക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും മേളിൽ ചെന്നാലേ അറിയാനൊക്കത്തുള്ളൂ നമുക്ക് അവിടെ ചെന്നോ ഇല്ലയെന്ന്. അത്രയ്ക്ക് കോട മഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മളിപ്പം അതിൻ്റെ മുകളിലെത്തി. നമുക്കുണ്ട താഴത്തെ ഒരു കാഴ്ചയും കാണാനൊക്കുന്നില്ല, അത്രയ്ക്ക് കോട വന്ന് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടം വരെയാണ് ആ
വേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. ഇവിടം വരെ നമുക്ക് പോരാനൊക്കത്തുള്ളൂ. അതിൻ്റെ അങ്ങോട്ട് കൊക്കയാണ്. പക്ഷെ അതിൻ്റെ അങ്ങോട്ട് മാറിയാണ് ആ ഇല്ലിക്കക്കല്ല് നേരെ കാണുന്നത്. പക്ഷെ ആ കോട കിടക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. നമ്മൾ കയറി വന്നിട്ട് ഒന്നും കാണാൻ വെക്കുന്നില്ല. കണ്ട മൊത്തം പുക പോലെ കിടക്കുകയാണ്. എന്നതിൻ്റെ ചുറ്റുകൊണ്ട് കാണിച്ചു തരാം. കണ്ട നമ്മളിപ്പോൾ ഏറ്റവും അറ്റത്ത് വന്ന് നിൽക്കുക, പക്ഷെ നമുക്കൊന്നും കാണാൻ നിൽക്കുന്നില്ല. ഞാനിപ്പം ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. കാരണം നല്ല കോടയാണ്. നോക്കിക്കേ, നമ്മളിപ്പോൾ കയറി വെച്ചുകൊണ്ട് ഇറങ്ങുന്നതൊന്നും കാണാൻ പറ്റേണ്ടത്, ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല വ്യൂ ആണ്. വേറെ ഒന്നുമില്ല, അതിൻ്റെ കോട മഞ്ഞിൽ നിൽക്കുന്നൊരു ഫോട്ടോ. അതിനുശേഷം ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. കണ്ട അപ്പോഴും കോടയൊന്നും മാറിയിട്ടില്ല. നല്ല ഇറക്കമാണ്. നമ്മൾ കയറുന്ന പോയല്ല, ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. മാത്രം നല്ല കോട കേട്ടാ. ഇവിടെ എല്ലാം നല്ല കോടയുണ്ട്. ചുറ്റുമുണ്ടൊന്നും കാണാൻ പോലെ, നമ്മൾ ഈ നടക്കുന്ന വഴി മാത്രമേ കാണാനൊക്കെ ഉള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്കിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയാണ്. കയറുന്നതിലും ഇച്ചിരി പാട് തന്നെയാണ് ഇറങ്ങുന്നതിന്. കാരണം കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് നമുക്ക് പതിയെ പിടിച്ച് തന്നെ നമുക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയപ്പം ആ കോടയൊക്കെ മാറി. അപ്പോൾ നമുക്ക് ഇല്ലിക്കക്കല്ല് നല്ല ശരിക്കും കാണാമായിരുന്നു. ഞങ്ങളൊക്കെ വീഡിയോ എടുത്ത്. 3 കൂറ്റൻ പാറക്കെട്ടുകൾ ചേർന്നാണ് ഇല്ലിക്കൽ കല്ല് രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേക ആകൃതിയാണ്. ആദ്യത്തേത് കുടക്കല്ല്. ഇതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തിന് കുടയുടെ ആകൃതി ഉള്ളത് കൊണ്ടാണ് കുടക്കല്ല് എന്ന പേര് വന്നത്. ഇതിനു മുകളിൽ നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് കൂനൻകല്ല്. ഇതിന് വശങ്ങളിൽ ഒരു ചെറിയ കൂനയുണ്ട്. മൂന്നാമത്തേത് സർപ്പക്കല്ല് അഥവാ കുരിശിട്ട കല്ല്. ഇത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്നു. കൂടക്കല്ലിനും കൂനൻകല്ലിനും ഇടയിലായി ഏകദേശം 20 അടിയിലേറെ താഴ്ചയുള്ള ഒരു വിടവുണ്ട്. ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപ്പാലം എന്ന ഭാഗമുണ്ട്. ഇത് സാഹസികർക്ക് ആകർഷണീയമാണെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. നിലവിൽ ഈ ഭാഗത്തേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ഇല്ലിക്കൽ കല്ലിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ ഉൾപ്പെടെയുള്ള വിദൂര കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചു കോടമഞ്ഞു മാറുമ്പോൾ. ഓറഞ്ച് നിറത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതും പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നതും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്ത്. നമ്മൾ ആ ജീപ്പ് വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ഇവിടെ, ആ കടകളൊക്കെയുള്ള. അവിടെ വന്നപ്പോഴേക്കും നല്ല മഴയായി. പിന്നെ ഞങ്ങൾ ആ മഴയത്ത് എല്ലാവരും അവിടെ കയറി നിന്നാണ്. ഇല്ലിക്കൽ കല്ലിൽ എപ്പോഴും തണുത്ത കാറ്റും കോടമഞ്ഞും ഉണ്ടാകും. നേരിയ മഴയുള്ള കാലാവസ്ഥയാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ജീപ്പ് വരാൻ ഇനിയും സമയമുണ്ട്. മാത്രമല്ല മഴയാണ്. അപ്പോൾ ആ മഞ്ഞത്ത് ആ മഴയത്ത് നല്ല ചായയും കുടിച്ച് അവിടെ നിൽക്കുകയാണ്. അത് നല്ലൊരു ഫീലാണ്. കാരണം നല്ല കോടമഞ്ഞും ആ മഴയും ആ കട്ടൻ ചായയും ശരിക്കും രവീന്ദ്രൻ മാഷിനെ ഓർമ്മ വരും. അങ്ങനെ ചായയെല്ലാം കുടിച്ച് അപ്പം മഴയൊക്കെ കുറഞ്ഞ് അപ്പോൾ നമ്മുടെ ജീപ്പ് വന്ന് നമ്മൾ നേരെ ജീപ്പിൽ കയറി പോവുകയാണ്. എന്നാലും മഴ പൂർണ്ണമായും തീർന്നിട്ടില്ല. ചെറുതായിട്ട് ചാറ്റമഴ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ താഴെ ഇറങ്ങി. നല്ല മഴയാണ്. എന്നിട്ടും മഴയത്ത് ഞങ്ങൾ വണ്ടിയുടെ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. കുടുംബമായിട്ട് വന്ന് ഒരു ദിവസം കണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. നമ്മളപ്പം ഇല്ലിക്കക്കല്ലിലെ കാഴ്ചയെല്ലാം കണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും വരാം. ഓക്കെ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.